യോ ഗൈസ് വാട്ട്സ്ആപ്പ്. സോ ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഈ സ്പോർട്സിൻ്റെ KM1410 KM1410 എന്നും പറയാം. സോ പുത്തൻ കീബോർഡ് വന്നിട്ടുണ്ട്, മൗസും കോംബോ ആണ്. സോ അതാണ്ട് ഇതാണ്. വെയിറ്റ്, ശരിയായില്ല. ഓക്കെ ഇപ്പം കറക്റ്റ്. സോ ഇതാണ് KM1410 ആൻഡ് ഈ സ്പോർട്സിൻ്റെ ആണ്. നല്ല ഒരു ഗെയിമിംഗ് കോംബോ കിറ്റാണ് ആക്ച്വലി. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം കീബോർഡും മൗസും, പിന്നെ ഞാൻ ഒരു മിനിറ്റ് ഓക്കെ. സോ കീബോർഡ്, മൗസ് ആൻഡ് OTG. സോ ഈ 3 സാധനങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. പാക്കേജിങ് അടിപൊളിയായിട്ടാണ് വരുന്നത്. ഒരു മിനിറ്റ് ഞാൻ ഓപ്പൺ ചെയ്താണെങ്കിൽ ഒന്ന് വെയിറ്റ് ഒന്നും കൂടി 1 2 ശരി 3 വരുന്നില്ല, ഒന്നും കൂടി നോക്കാം. 1 2 3 ഓക്കെ. ലെറ്റ്സ് ഗോ. സോ നിങ്ങൾക്ക് കാണാം ഇതാണ് പാക്കേജിങ് ആദ്യം വരുന്നത്. ഫസ്റ്റ് തന്നെ വരുന്നതാണ് 2 പേപ്പേഴ്സ്. സോ എടുത്തൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് അത് മാറ്റി വെക്കാം. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് മാനുവലും, പിന്നെ വരുന്നതാണ് വാറൻറ്റി പേപ്പറും. വാറൻറ്റി ഞാൻ തിരിച്ചു വെച്ചേക്കുവാണ്, ബിക്കോസ് ആരും QR കോഡ് സ്കാൻ ചെയ്യാതിരിക്കാൻ. സോ അത് മാറ്റി വെക്കാം. നമുക്ക് കീബോർഡിലേക്ക് പോകാം. കീബോർഡാണ് ഫസ്റ്റ് വരുന്നത് ആൻഡ് ഫോമിൻ്റെ പേപ്പറിലാണ് വരുന്നത്. സോ ഫോം പേപ്പർ ആദ്യം നമുക്ക് മാറ്റി വരുന്ന കീബോർഡ് വേണ്ടി എടുക്കാം. ഓക്കെ, സോ കീബോർഡാണ് നമുക്ക് ഫസ്റ്റ് ഗ്ലാൻസ് നൈസാണ് കാണുമ്പോൾ. സോ ഇത് RGB കീബോർഡാണ്. ആസ് ഓൾവേസ്, ഐ മീൻ ഗെയിമിംഗ് കീബോർഡാണെങ്കിൽ RGB തന്നെ ആയിരിക്കും എപ്പോഴും. ടൈപ്പിംഗ് എക്സ്പീരിയൻസ് സൈലൻ്റ് ആണ്, ബിക്കോസ് ഈ കീബോർഡ് സൈലൻറ്റ് കീബോർഡാണ്. മീൻസ് ഒരു സൗണ്ടും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ടൈപ്പിംഗ് സൗണ്ട് കാണിക്കുന്നില്ല. സോ കീബോർഡ് നല്ലതാണ്, നമുക്ക് മാറ്റാം. ഇനി നമുക്ക് മൗസിലേക്ക് പോവാം. സോ മൗസിനാണ് ആക്ച്വലി ഞാൻ ആദ്യം ഇത് വാങ്ങിച്ചത് തന്നെ, ബിക്കോസ് ഒരു മിനിറ്റ് തുറക്കട്ടെ ആദ്യം ഒന്ന്. സോ മൗസായിരുന്നു എനിക്ക് വേണ്ടത്, ബിക്കോസ് എൻ്റെ പഴയ മൗസിൻ്റെ സ്ക്രോൾ ബാർ പോയിരിക്കുമായിരുന്നു, അതാണ് ഒന്നും ശരിയാകുന്നില്ല. സോ ഈ മൗസ് അടിപൊളിയാണ് ഗൈസ്. ലൈക്ക് ഫയർ ബട്ടൺ ഉണ്ട്, പിന്നെ ഫോർവേഡ് ബട്ടണും ബാക്ക്വേർഡ് ബട്ടണും ഉണ്ട്. എല്ലാം കൂടി ഒരു 7 ബട്ടൺ ഉണ്ട് ഇതിൽ ഫുള്ളി. DPIയും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ. സോ അതാണ് ഇത്. നിങ്ങൾക്ക് മൗസിൻ്റെ എർഗണോമിക് മൗസാണ്. സോ ലൈക്ക് കൈ വെക്കുവാണെങ്കിൽ തന്നെ കറക്റ്റ് ആയിരിക്കും. പിന്നെ വരുന്ന OTG, നിങ്ങൾ ഫ്രീ ആയിട്ടൊരു OTG കിട്ടും. ഫ്രീ അല്ല, പ്രൈസിൻ്റെ കൂടെ വരുന്നതാണ്. സോ OTG നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ OTG ഞാൻ യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ മൊബൈലിൽ കണക്ട് ചെയ്യാറില്ലല്ലോ. സോ അത് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഓക്കെ. സോ ഇതാണ് നമ്മുടെ, നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് കീബോർഡുണ്ട്, പിന്നെ മൗസും ഉണ്ട്. കീബോർഡ് ആക്ച്വലി പ്രിറ്റി നൈസ്, ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ നല്ലതാണ്. ഓക്കെ, സോ ഇതാണ് ലൈറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. സോ നിങ്ങൾക്ക് കാണാം കീബോർഡിൽ ആക്ച്വലി ഒരു മോഡേ കിട്ടുന്നുള്ളൂ. അത് ആക്ച്വലി ഇച്ചിരി ഇതാണ്. കാരണം ഈ മോഡാണ് ലൈക്ക് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട്, അത്രേ ഉള്ളൂ. ആ ഒറ്റ മോഡേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്. ഇത് നോർമൽ ഓഫ്. സോ ഓഫ് ആവും ഫുള്ളി, തിരിച്ചു വരും. അത്രേ ഉള്ളൂ. കീബോർഡിൽ ഒരു മോഡും പിന്നെ ഇതും. പിന്നെ ടൈപ്പിംഗ് മിസ് നിങ്ങൾക്ക് അറിയാമല്ലോ, സൈലൻ്റ്, ലൈക്ക് പ്രിറ്റി മച്ച് സൈലൻറ്റ്. ഒരു സൗണ്ടും കാണത്തില്ല ഇതിൽ. പിന്നെ മൗസ് ആക്ച്വലി വളരെ നല്ലതാണ്. എനിക്ക് ഈ കോംബോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം മൗസാണ്, ബിക്കോസ് ക്വാളിറ്റി ഭയങ്കരമാണ് ഗൈസ്. ലൈക്ക് പ്രീമിയം ക്വാളിറ്റി സെറ്റപ്പാണ്. ആൻഡ് ഈ സ്പോർട്സിൻ്റെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഇതിലായിരുന്നെങ്കിലും, പക്ഷെ വന്നെത്തിയപ്പോൾ ഭയങ്കര നല്ലത് തന്നെയാണ്. നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഇതാണ് മൗസ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈറ്റുണ്ട്. അവിടെ പിന്നെ വരുന്നതാണ് ഈ സ്ക്രോളിൻ്റെ അവിടെ ലൈറ്റുണ്ട്. പിന്നെ കാണാം, പിന്നെ ഇത് ആൻഡ് ഫയർ ബട്ടൺ. പിന്നെ ഇത് എർഗണോമിക്കാണ്, ഞാൻ കുറച്ചും കൂടെ കാണിച്ചാണ്. നമ്മുടെ ഫിംഗേഴ്സ് ലൈക്ക് കറക്റ്റ്ലി ഇതാകും. മീൻസ് നമുക്ക് ഇപ്പോൾ മണിക്കൂറുകൾ നിൽക്കുവാണെങ്കിലും, നിങ്ങൾക്കിപ്പോൾ നോ ലൈഫ് ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ കീബോർഡ് ആക്ച്വലി നൈസാണ്. നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി പൊങ്ങി നിൽക്കുന്നതാണ്. ഗെയിംസ് മെംബ്രെയിൻ കീസാണ് ഇതിനെ പറയുന്നത്. ഞാൻ വലിയ കീബോർഡ് എക്സ്പേർട്ടല്ല, അതാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതായിട്ട്. സോ നമുക്ക് ഒന്ന് സെറ്റപ്പിലേക്ക് പോകാം, ബിക്കോസ് അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, സെറ്റപ്പ് വന്നിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് ഗെയിം പ്ലേ കാണിക്കാം ഇച്ചിരി. ഓക്കെ ഡോ യൂസർ, ലെറ്റ്സ് ഗോ. ആൻഡ് ഗൈസ് കീ ഭയങ്കര സ്മൂത്ത് തന്നെയാണ്, അത് പറയേണ്ടി വരും. ലൈക്ക് ആ സ്ക്രോൾ ബട്ടനെ ഇത്രയും നാണ് സ്ക്രോൾ ഇല്ലാതെ കളിച്ചതിൻ്റെ ഒരു കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ക്രോൾ വന്നു. ഷിറ്റ് 2V വേണ്ട. ഞാൻ സീരിയസ് ആയിട്ട് കളിക്കുന്നില്ല. റിയലി സ്മൂത്താണ് ഗൈസ്. കീബോർഡ് ലൈക്ക് റിയലി സ്മൂത്ത്.
ഭയങ്കരമാണ്. മൗസും ഭയങ്കര സ്മൂത്തായിട്ട് തന്നെയാണ്. DPI ബട്ടൺ ഉള്ളതുകൊണ്ട് 3600 വരെ DPI പോകും. ലൈക്ക് വെരി സ്മൂത്ത്. പിന്നെ ലൈക്ക് കീബോർഡ് മൗസിൽ ഭയങ്കര സ്മൂത്ത് ഗെയിം പ്ലേ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ നോക്കണ്ട ഗൈസ്. ഞാൻ ചുമ്മാ ഇപ്പോഴത്തേക്ക് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കളിക്കുന്നതേ ഉള്ളൂ, അല്ല സീരിയസ് ആയിട്ടല്ല. പിന്നെ റെസ്പോൺസീവാണ് കീബോർഡ്, ലൈക്ക് റിയലി റെസ്പോൺസീവാണ്. എനിക്ക് അറിഞ്ഞുകൂടി ഇത് ഗോസ്റ്റ് കീസ് ആണോ അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുഡ് ക്വാളിറ്റിയാണ്. പിന്നെ നല്ല ക്വാളിറ്റിയാണ്, ലൈക്ക് എക്സ്പെൻസീവ് ക്വാളിറ്റി ടൈപ്പാണ്. പിന്നെ റിലയബിളാണ്. ഞാൻ ഇച്ചിരി ഫ്ലെക്സിബിൾ ടെസ്റ്റൊക്കെ നോക്കിയായിരുന്നു, ഭയങ്കര റിലയബിളാണ്. ലൈക്ക് പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകാത്ത തരത്തിലുള്ള കീബോർഡ് മൗസ് തന്നെ. സോ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഇത് മനസ്സിലാകുന്നത്. കീസ് ഭയങ്കര സൈലൻ്റാണ് ഗൈസ്. എനിക്ക് സൈലൻറ്റ് കീസാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് മറ്റേ ലൈക്ക് ഓവർ ലൈക്ക് സൗണ്ടുള്ള കീബോർഡ്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഫ്യൂച്ചറിൽ ചിലപ്പോൾ വാങ്ങാതിരിക്കാം, പക്ഷേ ഇപ്പോഴത്തേക്ക് എനിക്ക് സൈലൻ്റ് തന്നെ മതി. അതാണ് നല്ലത്. സൈലൻറ്റ് കീസാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. അല്ല, എല്ലാവർക്കും എല്ലാവരുടെയും പ്രിഫറൻസ് ഉണ്ടല്ലോ. എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് ലൈക്ക് ആബ്സല്യൂട്ട് സിനിമ ഗെയിം പ്ലേയിൽ നൈസായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ 2v1 ഇപ്പോൾ റോബ്ലോക്സ് ബ്ലോക്സ് കൂടി ഫുള്ള് 2v1 ആണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കീബോർഡ് മൗസ് എങ്ങനെ തോന്നിയെന്ന്. ലൈക്ക് എൻ്റെ ഒപ്പീനിയന് ഭയങ്കര സ്മൂത്ത് ഇതുമാണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം എൻ്റെ ആമസോണിൽ, നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്. സോ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ പേര് മറന്നു പോയെങ്കിൽ ഒന്നും കൂടി പറഞ്ഞേക്കും. KM1410 ആണ്. സോറി, ഒന്നും കൂടി പറഞ്ഞേക്കാം. KM1410 ലൈക്ക് വെരി റിലയബിൾ ഗെയിം പ്ലേ കളിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഞാൻ ഇങ്ങനെ കളിച്ചിട്ട് കുറേ നാളായി. ലൈക്ക് ടു ഗുഡ് ഒരു പ്ലെയർ ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്യാവുന്ന കീബോർഡ്. ഓക്കെ, സ്മൂത്ത് ഗെയിം പ്ലേ ഗൈസ്, ലൈക്ക് റിയലി സ്മൂത്ത്. എനിക്ക് ആക്ച്വലി കുറേ നാളെ ഞാൻ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ പഴയ മൗസിൻ്റെ പോയിരിക്കുമല്ലായിരുന്നു. ഈ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നതന്നെ എനിക്ക് വലിയ കാര്യമില്ല. ആൻഡ് ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ ഗൈസ്. അൺബോക്സിങ് ആയിരുന്നു മെയിൻലി. സോ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക നിങ്ങൾക്ക് ഈ കീബോർഡ് ഇഷ്ടപ്പെട്ടോ. ആൻഡ് പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, മാർക്കറ്റിൽ. പിന്നെ ഡിസ്കോഡ് ജോയിൻ ചെയ്യുക ഗൈസ്. നമുക്ക് കുറേ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, PvP ചെയ്യാം.